അപ്പൊ പെട്ടെന്ന് ജോയിന്റ് കാണില്ല. അതിനാണ് നമ്മള് ജോയിന്റ് കണക്കാക്കിയിട്ട് തന്നെ റിപ്പീറ്റ് കൊടുക്കുക. 24 ഇഞ്ച് ആണ് ഷൂട്ടിന്റെ അവിടുത്തെ വണ്ണം. വണ്ണം കറക്റ്റായി നോക്കുക. കറക്റ്റായി 24 വരുമ്പോ 24 കറക്റ്റായി അളവ് നോക്കുക. ബോഡിയുമായി ടച്ച് ചെയ്യുന്ന പീസാണിത്. 24 കറക്റ്റായി. അപ്പൊ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോ നമ്മളെ ബോഡിയിലേക്ക് ചുറ്റളവിലുള്ള പീസായിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. 3 എണ്ണം വേണം. അപ്പൊ അത് ഇടേണ്ടത് എങ്ങനെ കാണിച്ചു തരാം. തട്ട് തട്ടായിട്ടാണ് വരുന്നത്. മേലേക്ക് കയറ്റിയിട്ട് അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കുക. കൊടുക്കുക. ഇതിന് ചെറിയ രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പ്ലേറ്റിട്ട് കയറ്റി കൊടുക്കുക. കീഴിട്ട് കൊടുത്താൽ മതി. ചെറിയ നമുക്ക് ആദ്യം ചെറിയ രീതിയിൽ പ്ലേറ്റിട്ട് കൊടുക്കാതെ ഇത് മാറ്റി വെക്കുക. ചെറിയ പീസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മള് ഇന്റർലോക്ക് ചെയ്ത് വെച്ച പീസുകളുണ്ട്. അത് കംപ്ലീറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു 3 പീസ് ജോയിൻ ചെയ്തിട്ട് ഒരു 3 പീസിൽ എടുക്കണം. അപ്പൊ അത് 3, 2, 5 എണ്ണമായി. 1, 2 പീസായി. ഒരു പീസ് കൂടി ജോയിൻ ചെയ്യാൻ ഫുള്ളായിട്ട് വേണമെന്നില്ല, കുറച്ച് അപ്പൊ നമ്മളിതാ 3 പീസ് ജോയിൻ ചെയ്തെടുത്തു. ഇനി 3 പീസിന് ആദ്യം നമ്മള് ബോഡി പാർട്ടിനൊക്കെ വേണ്ടത് നമ്മൾ ഫ്രില്ലിട്ടില്ലേ, അത്ര തന്നെ ഫ്രില്ല് പിടിക്കണ്ട. ഇതിന്റെ ഇത് കണക്കാക്കിട്ട് ഇതാ ചെറിയ ഫ്രില്ലുകൾ ഇങ്ങനെ അവിടെ ഫ്രില്ലിട്ട് കൊടുക്കുക. ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ വെയിറ്റ് പരമാവധി കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തുണി തയ്യില്ലട്ടോ. അപ്പൊ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് കൊടുക്കുക. ചെറിയ രീതിയിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇത് 2ാമത്തെ തട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞ് തട്ടൂടി വരാനുണ്ട്. ജോയിന്റ് പരമാവധി ജോയിന്റിന്റെ അവിടെ പ്ലേറ്റ് കൊടുക്കാൻ നോക്കുക. അപ്പൊ എടുത്ത് കാണിക്കൂല, അതിനാണ് ജോയിന്റിന്റെ അവിടെ പ്ലേറ്റ് കൊടുക്കുന്നത്. അപ്പൊ നല്ലോണം നോക്കി വരും. അത്യാവശ്യം ചെറിയ വരും. എന്നാ പ്ലേറ്റ് പച്ച കുറഞ്ഞാല് പാടില്ല. ആ രീതിയിൽ ചെയ്യുക.
പോരാ, കാരണം 1.5 പീസാണ് നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ടിന് എടുത്തത്. അപ്പൊ ഏകദേശം 3, 2.5, 3ന്റെ അടുത്ത് വരും. അപ്പൊ അത് മാക്സിമം നമ്മൾ പ്ലീറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. പ്ലീറ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തുണി കണ്ടമാനം വരും. പ്ലീറ്റ് കുറക്കും തോറും നമുക്ക് ഉള്ള തുണിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യല്. അങ്ങനെയാണ് പ്ലീറ്റ്. കൂടുതൽ പ്ലീറ്റ് ഇട്ടാൽ തുണി ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി മതിയാവില്ല നമുക്ക്. ചിലപ്പോൾ പിന്നീട് വാങ്ങാൻ കിട്ടാത്ത തുണിയാണെങ്കിൽ പെട്ടുപോകും. അപ്പൊ പ്ലീറ്റ് അധികം കുറക്കുക. പിന്നെ അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഓരോ പ്ലീറ്റുകൾ പൊട്ടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഐഡിയകളുണ്ട്. അതൊക്കെ ചെയ്യാം. ടൈലറിങ്ങിന് ഒരുപാട് ഐഡിയകളുണ്ട്. അപ്പൊ 3 നമ്മൾ ഇതിനെ ചെയ്തിട്ട് 1.5 ബോഡി പാർട്ട് ഫ്രണ്ടൊക്കെ വന്നിട്ട് 1.5 അപ്പൊ ലെവൽ വെച്ച് നമ്മൾ പ്ലീറ്റ് ഇട്ട സ്ഥിതിക്ക് ഇത് മതിയാവും എന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ ഇത് ജസ്റ്റ് ആകുവാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് വെച്ച് നോക്കാവുന്നതാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. വെച്ചാൽ തന്നെ നമുക്കുള്ളത് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഇപ്പൊ ധൈര്യമായിട്ട് ചെയ്യാം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ബോഡി പാർട്ടിന് ബോഡിമൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ളത് റൗണ്ടില്. ബോഡിയുടെ ചുറ്റളവ് 12, 23. ഓക്കെ, ഇത് റെഡിയായി. ഇനി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ ഉള്ളിക്ക് നൂലൊക്കെ ഒന്ന് ഉള്ളിട്ടുണ്ട്. കെട്ടുകൊടുക്കുക. അത് ശ്രദ്ധിക്കാൻ നോക്കുക. നൂല് അപ്പൊ ഇനി ഇതിന് കയറ്റിയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ജോക്കിന്റെ നല്ല വശം നോക്കണം. തുണിയുടെ നല്ല വശം നോക്കണം. തുണിയുടെ നല്ല വശം ഇതാണ്. ഇപ്പൊ തുണിയുടെ നല്ല വശം ഇങ്ങനെ എടുത്തിട്ട് രണ്ടാമത്തെ തട്ടിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അടിക്കേണ്ടത് 1.5 ഗ്യാപ്പിലാണ്. അപ്പോഴാണ്